ഭൂരിപക്ഷം റിലീജിയസ് ആയിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഭൂരിപക്ഷം റിലീജിയസ് ആകുന്ന വേളയിൽ താങ്കളിപ്പോൾ പറയുന്നൊരു തോട്ട് പോലും, അതായത് ഇതില്ല എന്ന് പറയുന്നത് പോലും ഒരു വേറൊരു തോട്ടാണ്. അപ്പോൾ നമ്മളൊരു ഹാർമണിയിൽ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി, റിലീജിയനിലെല്ലാം നമ്മൾ ആ ഹാർമണിയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സാർ ഈ പറയുന്നൊരു തോട്ട് പോലും അതും അനിശ്ചിതത്വമല്ലേ? അത്തരമൊരു ചിന്ത പോലും ആളുകൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾ ഈ വർഗീയ ലഹളയിൽ പിറന്ന ഒരു രാജ്യമാണിത്. വിഭജനം എന്ന് പറയുന്നത് മതാടിസ്ഥാനത്തിൽ പരസ്പരം കൊന്നും കൊലവിളിച്ചും ഉണ്ടായതാണ്. അപ്പോൾ ഇവിടെ ഹാർമണി എന്ന് പറയുന്നത് ഒക്കേഷണലായിട്ട് ഹാർമണി ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞിട്ട് ലഹള ഉണ്ടാവും. ഇതായിരുന്നു നമ്മളുടെ ഒരു ചരിത്രം. ഇപ്പോൾ കുറവാണെന്നേ ഉള്ളൂ, കമ്പാരിറ്റീവ്ലി കുറവാണ്, പണ്ടത്തെ കണക്ക് അത്രയില്ല. അതൊന്നും നമുക്ക് അന്യമായ കാര്യമല്ല. അവിടെ നിന്ന് ഒരു വിരുദ്ധ ചിന്ത എന്ന് പറയുന്നത്, ഇപ്പം നാസ്തികത അല്ലെങ്കിൽ നിരീശ്വരവാദം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഹാർമണിയെ തകർക്കുന്നതല്ല, മറിച്ച് രണ്ടു കൂട്ടരോടും പറയുന്നത് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണോ നിങ്ങൾ വഴക്കുണ്ടാക്കിയത്, ആ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കാൻ പാടില്ല, മദ്യം പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. സാർ, ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മൾ മതത്തെക്കുറിച്ച് പറയുമ്പോൾ സാർ ഈ പറഞ്ഞ വിഭജനം, അതുപോലെ മതത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം പറയുന്നു. പക്ഷേ ഇപ്പോൾ എയ്ത്തീസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ രണ്ട് കൂട്ടരും ഒരേ വഴികൾ, പാരലൽ റൂട്ടിൽ ഒരേ ഡയറക്ഷനിൽ പോകുന്ന പോലെ പലപ്പോഴും തോന്നാറുണ്ട്. ഇങ്ങോട്ട് വഴക്കുണ്ടാക്കുന്നവന് തിരിച്ച് വഴക്കുണ്ടാക്കുക, ചീത്ത പറയുന്നവന് തിരിച്ച് ചീത്ത പറയുക. അതായത് ഒരു മോബ് സൈക്കോളജി രണ്ടിലുമുണ്ട് എന്നൊരു തോന്നൽ കണ്ടു നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത് എത്തിസം ഈസ് നോട്ട് എ മോബ്. ഇത് ഒരിക്കലും ഒരു മൈനോറിറ്റി പൊസിഷനാണ്. നിങ്ങൾ അത് ഒരു ക്രൗഡായിട്ട് ഇപ്പോൾ ഒരു ലിറ്റ്മസിൽ മേ ബി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയിലോ ഒരു പക്ഷേ ലോകത്ത് തന്നെ എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം ആളുകൾ ഈ ഒരു വ്യൂ പോയിന്റുമായിട്ട് ഒരിടത്ത് വാർഷികമായിട്ട് അസംബിൾ ചെയ്ത് പരിപാടികളൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് ഒരിക്കലും ഈ നിങ്ങൾ പറഞ്ഞ മോബ് ഉണ്ടാവില്ല. മോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻലെസ് ആണ്, അല്ലേ? ഒരു റിലീജിയസ് മോബിന് ഒരു ആക്രമണം നടത്താൻ സാധിക്കും, മറ്റൊരു റിലീജിയനെതിരെ ആക്രമണം നടത്താൻ കഴിയും. ഒരു എത്തീസ്റ്റിന് വേറൊരു മതത്തിൽപ്പെട്ട ആളെ കൊല്ലാനോ വെറുക്കാനോ ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എത്തീസത്തിലില്ല. എത്തീസം പറയുന്നത് യു ആർ ആൾ ഫ്രം ആഫ്രിക്ക, വി ആർ ഈക്വൽ ഇൻ എവറി സെൻസ്. ജെൻഡർ ഡിഫറൻസ് ഉണ്ടാവാം, ജനറ്റിക് ഡിഫറൻസ് ഉണ്ടാവാം, ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് വി ആർ ഓൾ ഈക്വൽ എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് എത്തീസത്തിൽ നിന്ന് നിങ്ങളൊരു മോബ് സൈക്കോളജി ഉണ്ടാക്കുന്നത്? യു ട്രസ്റ്റ് യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. യു ബോസ് യുവർ സെൽഫ്. മതത്തിൽ അങ്ങനെയല്ല, നിങ്ങളല്ല ബോസ് ചെയ്യുന്നത്, അധികാര കേന്ദ്രം പുറത്താണ്. നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ള നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, വ്യക്തി നിയമങ്ങളുണ്ട്. നിങ്ങളെങ്ങനെ സ്വത്ത് കൊടുക്കണം, നിങ്ങളെങ്ങനെ വിവാഹം നടത്തണം. നിങ്ങൾക്ക് ബാഹ്യമായ ഒരു അധികാര കേന്ദ്രത്തിന് ദാസ്യപ്പെടലാണ് ഈ മതജീവിതം എന്ന് പറയുന്നത്. എത്തീസം അങ്ങനെയല്ല. അപ്പം എത്തീസം കനോട്ട് ക്രിയേറ്റ് എ മോബ്. ഇഫ് എ മോബ് ഈസ് ക്രിയേറ്റഡ് ബൈ സോ കോൾഡ് എത്തീസം, ഇറ്റ്സ് നോട്ട് എത്തീസം ആക്ച്വലി. കാര്യം ക്രീഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലോ തത്വം വെച്ച് നോക്കുകയാണെങ്കിലോ എത്തീസത്തിന് ഒരിക്കലും ഒരു ബ്രെയിൻലെസ് വയലന്റ് മോബിനെ സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഈ മതങ്ങൾ തമ്മിലടിച്ചു, ഇത്ര പേർക്ക് പരിക്ക്, ഇത്ര പേർ മരിച്ചു, ലഹള എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എത്തീസ്റ്റുകളും അഗ്നോസ്റ്റുകളും തമ്മിലടിച്ചു, 5 മരണം, 8 പേർക്ക് പരിക്ക് എന്നൊരു വാർത്ത എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മതം എന്ന് പറയുന്നത് തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ അവരത് പ്രചരിപ്പിക്കുകയാണ്. ഒരു ക്രിസ്ത്യൻ മതം എടുത്ത് കഴിയുകയാണെങ്കിൽ ഈശോയുടെ കാലം മുതൽ ഇങ്ങോട്ട് വരുന്നു, ജൂതന്മാർ പലതായി, ഇതിങ്ങനെ പ്രവാചകന്മാർ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നു, മതം പ്രചരിപ്പിക്കുന്നു. സോ നിങ്ങൾ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ അതിന് പോകുന്നില്ല. നമ്മൾ ഈ മണ്ടൻ ചിന്താഗതികളിലൂടെ സംസാരിക്കേണ്ട, നടക്കേണ്ട, ചെയ്യുന്നില്ല. നമ്മളൊരു മോബ് സൈക്കോളജിയിലേക്ക് പോകുന്നില്ല. പക്ഷേ എന്തിനാണപ്പം അത് ഇഷ്ടമുള്ളവർ പ്രാക്ടീസ് ചെയ്യട്ടെ. ഇപ്പം നിങ്ങൾ ലിറ്റ്മസ് നടത്തുന്നു, അത് നിങ്ങളുടെ ഒരു സമ്മേളനമാണ്. ഒരു തരത്തിൽ ഇതും ഒരു പ്രചരണം അല്ലേ? നിങ്ങൾ ഇതിലേക്ക് വരണം എന്നുള്ളൊരു ആഹ്വാനം ഇതിലില്ലേ? ഓഫ് കോഴ്സ് ചിന്തിക്കാം. നമ്മളിപ്പോൾ പുകവലി ഒരു കൂട്ടർ നടത്തുന്നു, പുതിയ പുതിയ ബ്രാൻഡ് കൊണ്ടുവരുന്നു, അത് പ്രചരിപ്പിക്കുന്നു, പുകവലി വ്യാപകമാണ്. നമ്മൾ പുകവലി പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് ഒരാൾക്ക് വേണമെങ്കിൽ എൻ്റെ ഉള്ളിലിരുന്ന് ദിവസവും ടോയ്ലറ്റിൽ കയറിയിരുന്ന് പുകവലി പാടില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്ന് നമുക്കൊരു ചോദ്യം ചോദിക്കാം. അതോടൊപ്പം പുറത്ത് വന്നിട്ട് ഈ പുകവലിയുടെ ദൂഷ്യവശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അത് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ട്, സമൂഹത്തിനും രാജ്യത്തിനും ദോഷം ഉണ്ടാക്കുന്നുണ്ട്, വ്യക്തിത്വത്തിന് അൾട്ടർ ചെയ്യാൻ അതിന് കഴിയും, അവൻ്റെ ആരോഗ്യം ക്ഷയിപ്പിക്കും എന്നൊരു സെറ്റ് ഓഫ് ഐഡിയാസ് നമ്മൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെയും പ്രചരണം എന്ന് വിളിക്കാം. പക്ഷേ ഈ രണ്ട് പ്രചരണങ്ങളും തമ്മിൽ ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ഉണ്ട്. ഈ പുകവലിയെ സപ്പോർട്ട് ചെയ്ത് നടത്തുന്ന പ്രചരണത്തിലും, ബിക്കോസ് പുകവലി വ്യക്തിക്കും സമൂഹത്തിനും ദോഷകരമാണ്, മറ്റുള്ളവർക്കും ദോഷകരമാണ്. അപ്പം അതിനകത്തൊരു ഒരുപാട് അൺഎത്തിക്കലായിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് കളക്റ്റീവായിട്ടോ ഇൻഡിവിജ്വലായിട്ടോ സംസാരിക്കുന്നെങ്കിൽ അത് സോഷ്യലി വാലിഡ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. അതിന് രണ്ടിനും പ്രചരണമാണെന്ന് ചോദിച്ചാൽ രണ്ടും അവർ പറയുന്നു പ്രചരണം, ഇതും പ്രചരണം. അപ്പോൾ എല്ലാ പ്രചരണങ്ങളും മോശമല്ല. എല്ലാത്തിനെയും നമ്മൾ സമീകരിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് വരുന്നത്.
എല്ലാ പ്രചരണങ്ങളും മോശമല്ല, പക്ഷേ ഇപ്പോൾ ഉദാഹരണമായിട്ട് ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ച് ഒരാൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ഒരു ഇത് വരുന്നു. ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ പോലും ഒരു രീതിയിൽ പ്രചരണമല്ലേ, അവർ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ നിരത്തി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അത് അവർക്ക് ആവശ്യമുള്ള ട്രാഫിക് റൂൾസിനെ കുറിച്ച്, ട്രാഫിക് ബോധവൽക്കരണ വാരാചരണം, അതൊരു പ്രചരണമല്ലേ? ഈസ് ഇറ്റ് റോങ് ആക്ച്വലി? എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. പുകവലിയെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിയാണ്. പക്ഷേ മിതവാദികൾ ഒരുപാടുണ്ട്, മിഡിൽ ഗ്രൗണ്ട് എടുക്കുന്നവരുണ്ട്. ഒരാളുടെ മതം അവളുടെ വിഷമങ്ങളിലുള്ളൊരു ആശ്വാസം മാത്രമേ കണ്ടെത്തുന്നവരുണ്ട്. ആ കണ്ടെത്തലുകളിൽ there is some power. ഒരു സമ്മാണോ ഇതുവരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വൺ പവർ അല്ല, യു ആർ ടോക്കിംഗ് അബൌട്ട് സം പവർ. സിംഗുലർ ഓർ പ്ലൂറൽ? പ്ലൂറൽ. ഓക്കെ. പവേഴ്സ് സംതിങ്. ഞാനതിനെ ഒരാളെന്നും വിളിക്കുന്നില്ല. മുകളിലിരുന്ന ഒരു ചരട് വെച്ച് നിയന്ത്രിക്കുന്ന ഒരാളല്ല, എന്തോ ഒരു ശക്തി. അങ്ങനെയുള്ളൊരു ശക്തിയിൽ വിശ്വസിക്കുന്ന. അപ്പൊ ഒരുവായി ആദ്യം യുവർ മൾട്ടിപ്പിൾ ആന്നിട്ട് ഒന്നിലേക്ക് വന്നപ്പോ എന്തോ ശക്തി. അതിനെ ഒന്നെന്നോ പ്ലൂരലെന്നോ സിംഗുലറെന്നോ ഞാൻ പറയുന്നതിന് ആ ഒരു ശക്തിയായിട്ട് ഓക്കെ, ഒരു പവറിൽ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരാള് അവന്റെ വിശ്വാസങ്ങളിൽ മുന്നോട്ട് പോകുന്ന ആരും ഉപദ്രവിക്കുന്നില്ല. അവൻ അവന്റെ ഇതിൽ മാത്രം വിശ്വസിക്കുന്ന ആ ഒരു ചിന്താഗതി, അതിലെന്താണ് തെറ്റ്? ആക്ച്വലി യു ബിലീവ് ഇൻ വൺ പവർ, ദാറ്റ് ഈസ് യുവർ സെൽഫ്. നിങ്ങളിപ്പോൾ ഒരു ഉയരം, നിങ്ങൾ പോകുന്നിടത്ത് ഒരു ഉയരം കാണുക. അപ്പോൾ നിങ്ങൾ ഒന്നിൽ വിചാരിക്കുക ഇതെനിക്ക് ചാടിക്കിടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ മാറിപ്പോവാം. ദാറ്റ് മീൻസ് നിങ്ങൾ ആ റെസ്പോൺസ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അസമയം ഇത്ര ഉയരമുള്ളെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കയറിപ്പോകും. അപ്പം നിങ്ങൾ ആക്ച്വലി എവറി ടൈം യു ഡു, ഒരു പറയണേ ഇംഗ്ലീഷിൽ ആയിരിക്കണം നിങ്ങൾ പ്രഭാഷണം നടത്തുന്നത്. അപ്പം നിങ്ങളവിടെ പോവുകയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളിലുള്ള വിശ്വാസം, നിങ്ങളുടെ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രസ് എത്ര ഉണ്ടെന്ന് അനുസരിച്ചായിരിക്കും നിങ്ങളവിടെ പോകുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പോകും, ചെയ്യും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെ തന്നെ ഒരു ആഹാരം കഴിക്കുന്നു, അല്ലെ പിന്നെ മധുരം കഴിക്കുന്നു, എനിക്ക് കുഴപ്പമില്ല, ഇതെനിക്ക് കുഴപ്പമില്ല. എവറി ടൈം യു ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് യു ഡിപ്പെൻഡ് യുവർ സെൽഫ്, ദാറ്റ് ഇസ് ദ ഓൺലി പവർ ദാറ്റ് യു ട്രസ്റ്റ്. ഓൾ അതർ തിങ്സ് ആർ ഫലേഷ്യസ്, ഡെല്യൂഷണൽ. യു ഡോണ്ട്. നിങ്ങൾ ആരെയും അങ്ങനെ വെറുതെ പറയുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരാൾ ആക്ച്വലി പോയി വൺ പവർ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും നോക്കുക. നമ്മുടെ പ്രാർത്ഥന, ഒന്നാമത് പ്രാർത്ഥന ശരിയാണെങ്കിൽ ഒരു പ്രാർത്ഥന മതിയാവും. ഏതെങ്കിലും ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ഒറ്റ പ്രാർത്ഥനയിൽ എനിക്ക് നല്ലത് മാത്രം തരണമേ, ബാക്കി നല്ലതായിട്ടുള്ളതും ഉണ്ടായിട്ടുള്ള നല്ലതും വരാനിരിക്കുന്ന നല്ലതും എല്ലാം നിങ്ങളുടെ വഴിയിൽ വരും. പിന്നെ നിങ്ങൾക്കത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു പ്രാർത്ഥന ശരിയാണെങ്കിൽ ഒരു പ്രാർത്ഥന ഉണ്ടാവും. അല്ല, ചില പറയും വിശ്വശാന്തി വരുവാണെങ്കിൽ പിന്നെ ഇൻഡിവിജ്വലായിട്ട് എല്ലാവരും ഇരുന്ന് പണിയേണ്ട കാര്യമില്ലല്ലോ. വിശ്വശാന്തി ആയി കഴിഞ്ഞു, ലോകത്തിന് മുഴുവൻ ക്ഷേമവും ഐശ്വര്യം വരട്ടെ എന്ന് പറയുന്നൊരു പ്രാർത്ഥന വിജയിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും ഇൻഡിവിജ്വലി ഇരുന്ന് ഇല്ലേ കശുവണ്ടി തല്ലിയെടുക്കുന്നോണം ദിവസവും 24/7 പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. ആക്ച്വലി നിങ്ങൾ എന്താ ചെയ്യുന്നറിയാം? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആസ് എൻ എക്സ്ട്രാ ജോബ് എക്സസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പ്രാർത്ഥിക്കാതെ തന്നെ, പ്രാർത്ഥന ഇല്ലാതെ തന്നെ ഒരു കാര്യം നടക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനൊരു തീവ്ര വിശ്വാസിയായി ചിന്തിക്കുകയല്ല. തീവ്ര വിശ്വാസങ്ങളാണ് പ്രശ്നങ്ങളിലേക്ക് ഒരു സമൂഹത്തെ നയിക്കുന്നതെന്നാണ്. ഉദാസീനമായ മതമല്ല, തീവ്ര വിശ്വാസങ്ങളാണ് ഒരു സമൂഹത്തെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് വിശ്വസിക്കുന്നത് ശരി അത് ശരിയാണ്. അതായത് അവിടെ വിശ്വാസമല്ല പ്രശ്നം. ഈ തീവ്ര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, നിങ്ങൾ അന്ധവിശ്വാസിയാണെങ്കിൽ അന്ധവിശ്വാസിയായിട്ട് തന്നെ ജീവിക്കുക. അതിനകത്ത് എന്താ പറയുന്ന ഒരു ഞഞ്ഞാവിഞ്ഞയില്ല. ഞാനതിപ്പോൾ ഉദാഹരണമായിട്ട് ചില ആൾക്കാർ ഭൂമി ഉരുണ്ടതാണെന്നും വേറൊരാൾ പരന്നതാണെന്നും പറയുമ്പോൾ ഭൂമി ഒരു ഇഡ്ഡലി പോലെയാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു മധ്യനില എന്ന് പറയുന്നൊരു സാധനം. അതിന് പ്രത്യേകിച്ച് മെറിറ്റൊന്നുമില്ല. ഭൂമി ഇഡ്ഡലി അല്ല, ഒന്നിൽ ഉരുണ്ടതാണ് അല്ലെങ്കിൽ പരന്നതാണ്. ബേസിക്കലി അങ്ങനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഇതിനകത്തൊരു രസം, അതും വയലൻസും ഇൻടോളറൻസും ആയിട്ടുള്ള ബന്ധമാണ്. ചില ആളുകൾ അസ്ഥിയിൽ പിന്നെ പൂത്ത വിശ്വാസമായിരിക്കും, പക്ഷേ അവർ ദേ വോണ്ട് ബി വയലൻറ്റ് ഓർ ഇൻടോളറൻറ്റ്. അപ്പം ഈ വിശ്വാസം ഈ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം ഈ വിശ്വാസത്തിലെ തന്നെ കുറേ പ്രശ്നങ്ങളാണ്. അതായത് അന്യമതക്കാരനെ പിന്തുടരുക, അവനെ നശിപ്പിക്കുക, ദൈവം പിന്നെ ലോകം മുഴുവൻ എൻ്റെ ദൈവത്തിൻ്റെ കീഴിലാക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പലപ്പോഴും വയലൻസിന് കാരണമാകുന്നുണ്ട്. പക്ഷേ ഇത് വ്യക്തിനിഷ്ഠമാണ് കൂടുതലും കാര്യങ്ങൾ വരുന്നത്. പക്ഷേ ഇത് അതെല്ലാവരിലും ഉണ്ട്. ഇപ്പം ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകൾ വയലൻ്റായിട്ട് പെരുമാറും, ക്രൈംസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എത്തിയിസ്റ്റുകൾ ക്രൈം ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട്. ഈ വിശ്വാസി ഇപ്പോൾ കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ കള്ളന്മാരും ക്രിമിനലുകളും റേപ്പിസ്റ്റുകളും ഉള്ളത് വിശ്വാസികളുടെ കൂട്ടത്തിലാണ്. കാരണം അവരാണ് കൂടുതൽ. ജയിലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വിശ്വാസികളെ കാണാൻ കഴിയും, കാരണം അവരാണ് കൂടുതൽ.
എത്തിസ്റ്റുകൾ വളരെ വളരെ കുറവായിരിക്കും. കാര്യം അവർ വളരെ കുറവാണ്, ഒരു എണ്ണത്തിൽ കുറവാണ്. എണ്ണത്തിൽ കുറവാണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ.